നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷം കൊണ്ട് KSRTCക്ക് 10,000 കോടി രൂപ നൽകിയെന്ന് മന്ത്രി സജി ചെറിയാൻ. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന CK ചന്ദ്രപ്പനും കൺട്രോൾ കമ്മീഷൻ അംഗമായിരുന്ന KR സ്വാമിനാഥനും സ്മരണാഞ്ജലി. CK ചന്ദ്രപ്പൻ ഓർമ്മയായിട്ട് 12 വർഷവും സ്വാമിയണ്ണൻ ഓർമ്മയായിട്ട് 13 വർഷവും ചേർത്തലയിൽ അനുസ്മരണം. AITUC ആലപ്പുഴ ജില്ലാ കൗൺസിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കിടങ്ങാമ്പറമ്പിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച വയോജന കലോത്സവം വർണ്ണാഭമായി. വയോജന സൗഹൃദ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ കലോത്സവത്തിൽ 100 കണക്കിന് വയോജനങ്ങൾ ആടിയും പാടിയും അണിനിരന്നു. EMS AKG ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി മൊഹമ്മയിൽ അനുസ്മരണം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തലയ്ക്കടുത്ത് പാണാവള്ളിയിൽ തെങ്ങ് ദേഹത്ത് വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പാണാവള്ളി സ്വദേശി 53 വയസ്സുള്ള മല്ലികയാണ് വീട്ടുമുറ്റത്ത് ദുരന്തം ഏറ്റുവാങ്ങിയത്. വാർത്തകൾ വിശദമായി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് KSRTCക്ക് 10,000 കോടി രൂപ നൽകിയെന്ന് സജി ചെറിയാൻ പറഞ്ഞു. KSRTC പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രതിസന്ധികളുള്ള KSRTC കടന്നു. KSRTC ഒരു സേവന സന്നദ്ധമായ സർക്കാർ സംവിധാനമാണ്. സ്വാഭാവികമായി ലാഭകരമാക്കി KSRTCയെ നമുക്ക് നടത്താൻ പരിമിതികളുണ്ട്. ലാഭമാകുന്നത് എങ്ങനെയാണ്? അമിതമായ ചാർജ് ഏർപ്പെടുത്തിയാൽ ലാഭമുണ്ടാകും. പക്ഷെ KSRTC സഞ്ചരിക്കുന്നതെല്ലാം സാധാരണക്കാരായ മനുഷ്യരായതുകൊണ്ടും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഗവൺമെൻറ് എന്ന നിലയിലും സേവനം മുഖമുദ്രയായി നടപ്പാക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലും ഗവൺമെന്റിന്റെ പരിപൂർണ പിന്തുണയോടുകൂടി മാത്രമേ KSRTC പ്രവർത്തിക്കാൻ കഴിയൂ. ഇത് കൃത്യമായി ബോധ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ സാമ്പത്തിക പരിമിതികൾ, പ്രയാസങ്ങൾ നമ്മുടെ മേഖലയെ ബാധിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. KSRTC പെൻഷൻകാർക്ക് എല്ലാ മാസവും 1-ാം തീയതി തന്നെ പെൻഷൻ നൽകുന്ന സംവിധാനമാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചതായി സജി ചെറിയാൻ പറഞ്ഞു. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് KSRTC കടന്നുപോകുന്നത്. സേവനസന്നദ്ധമായ സർക്കാർ സർവീസാണ് KSRTC എന്നും സജി ചെറിയാൻ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ KSRTCക്ക് വേണ്ടി 10,000 കോടി രൂപ നൽകിയെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് P മുരളീധരൻ പിള്ള അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PM മുഹമ്മദ് അഷറഫ്, തകിടിയിൽ കൃഷ്ണൻ നായർ, ഹണി ബാലചന്ദ്രൻ, S അജയകുമാർ, MG രാഹുൽ, AK ശ്രീകുമാർ, NS മുല്ലശ്ശേരി, AP ജയപ്രകാശ്, G തങ്കമണി, ബേബി പാറക്കാടൻ, B രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന CK ചന്ദ്രപ്പനും കൺട്രോൾ കമ്മീഷൻ അംഗമായിരുന്ന KR സ്വാമിനാഥനും സ്മരണാഞ്ജലി. CK എന്നറിയപ്പെട്ടിരുന്ന CK ചന്ദ്രപ്പൻ ഓർമ്മയായിട്ട് 12 വർഷവും സ്വാമിയണ്ണൻ എന്നറിയപ്പെട്ടിരുന്ന KR സ്വാമിനാഥൻ ഓർമ്മയായിട്ട് 13 വർഷവും തികയുന്നു. ചേർത്തലയിൽ അനുസ്മരണം. CPI നേതാക്കളായിരുന്ന CK ചന്ദ്രപ്പനും KR സ്വാമിനാഥനും ഓർമ്മപ്പൂക്കൾ. ചേർത്തല മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ, ആ ഭരണഘടനയിൽ RSS നിർദ്ദേശിക്കുന്ന, സംഘപരിവാർ ശക്തികൾ നിർദ്ദേശിക്കുന്ന ആ ഭേദഗതികളോടുകൂടി ഭരണഘടനയെ അടിമുടി പൊളിച്ചെഴുതണമെങ്കിൽ അവർക്ക് ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം BJPക്ക് മാത്രമായി കിട്ടണം. അതിന് കണ്ട കുറുക്കുവഴിയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാർലമെന്റ് സീറ്റുകൾ വെട്ടിക്കുറച്ചുകൊണ്ട്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പാർലമെന്റ് സീറ്റുകൾ വെട്ടിക്കുറച്ചുകൊണ്ട്, ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും രാജസ്ഥാനിലുമൊക്കെ പാർലമെന്റ് സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്
കൃത്രിമമായി ഇന്ത്യൻ പാർലമെന്റിൽ ഭൂരിപക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നത് ഈ പശ്ചാത്തലം. എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇവർക്ക് ഇത്രയും അലോസരം ഉണ്ടാക്കുന്ന വിഷയം? അത് മനസ്സിലാക്കണമെങ്കിൽ സംഘപരിവാർ ശക്തികൾ അവരുടെ വേദഗ്രന്ഥമായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാണുന്നത് പോലെ സംഘപരിവാർ ശക്തികൾ അവരുടെ മാനിഫെസ്റ്റോ ആയിട്ട് കാണുന്ന RSSന്റെ ഗുരുജി ഗോൾവക്കർ എഴുതിയ വിചാരധാര എന്ന പുസ്തകം നിങ്ങൾ വാങ്ങിച്ച് വായിക്കും. കൃഷിമന്ത്രി P. പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ KB വിമൽ റോയ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, ദേശീയ കൗൺസിൽ അംഗം DT ജിസ്മോൻ, സംസ്ഥാന കൗൺസിൽ അംഗം D. സുരേഷ് ബാബു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കേറ്റ് MK ഉത്തമൻ, NS ശിവപ്രസാദ്, മണ്ഡലം സെക്രട്ടറിമാരായ MC സിദ്ധാർത്ഥൻ, PM അജിത് കുമാർ, K. ബാബുലാൽ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. AITUCയുടെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കിടങ്ങാമ്പറമ്പിൽ നടന്ന ചടങ്ങ് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ മന്ത്രി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AITUCയുടെ ആലപ്പുഴ ജില്ലാ കൗൺസിലിൻ്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കിടങ്ങാമ്പറമ്പ് നടന്ന ചടങ്ങിൽ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV സത്യനേശൻ പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം രൂപം കൊണ്ട ആലപ്പുഴയിൽ കൈത്തൊഴിലാളികളുടെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ രൂപീകരിക്കപ്പെടുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ വലിയ ഒരു സംഭാവന ഇതിനൊക്കെ പിന്നിൽ ഉണ്ട്. വലിയ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി വളരെ ദേശാഭിമാനമായ ഒരു സാഹചര്യത്തിൽ ആ സന്ദർഭത്തിലാണ് തൊഴിലാളികൾ സംഘടിക്കാനും ആദ്യത്തെ ട്രേഡ് യൂണിയൻ AITUCയുടെ സംഘടന തിരുവിതാംകൂർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ രൂപീകരണമാണ്. ദേശീയ സെക്രട്ടറി R. പ്രസാദ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. കൃഷിമന്ത്രി P. പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AITUC ആലപ്പുഴ ജില്ലാ സെക്രട്ടറി DP മധു സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് മുഖ്യപ്രഭാഷണം നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA, AITUC സംസ്ഥാന സെക്രട്ടറി A. ശോഭ, AITUC സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അസീസി, INDC ജില്ലാ പ്രസിഡന്റ് G. ബൈജു, BMS ജില്ലാ സെക്രട്ടറി G. ഗോപകുമാർ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി S. സോളമൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് AA ഷിറാസ് നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച വയോജന കലോത്സവം ശ്രദ്ധേയമായി. വയോജന സൗഹൃദ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വയോജന കലോത്സവം സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് വയോജനങ്ങൾ ആടിയും പാടിയും കലോത്സവത്തിൽ അണിനിരന്നു. പ്രായം മറന്ന നൂറുകണക്കിന് കലാകാരന്മാരും കലാകാരികളും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. 60 വയസ്സിന് മുകളിലുള്ളവരാണ് എല്ലാവരും. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 4-ാം വാർഡിലെ 92 വയസ്സുള്ള സരോജിനി അമ്മയാണ് മത്സരത്തിൽ പങ്കെടുത്ത മുതിർന്ന കലാകാരി. മണ്ണഞ്ചേരി പഞ്ചായത്ത് 6-ാം വാർഡിലെ 83 വയസ്സുള്ള ദാസപ്പൻ ചേട്ടനും മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 7-ാം വാർഡിലെ 83 വയസ്സുള്ള വല്ലാർപാടം മോഹനൻ ചേട്ടനുമാണ് ഏറ്റവും പ്രായം കൂടിയ പുരുഷ കലാകാരന്മാർ. കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആനന്ദം എന്ന പേരിൽ സംഘടിപ്പിച്ച വയോജന കലോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R. റിയാസ് സ്വാഗതം പറഞ്ഞു. CDPO ഷീല ദേവസ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിരാ തിലകൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TS സൂയാമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രകാശ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തിലകമ്മ വാസുദേവ്, അരുൺ ദേവ്, ശരവണൻ സാർ, അജികുമാർ, മുഹമ്മ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് BDO KS ഷിബു നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. EMS AKG ചരമവാർഷികാചരണത്തിൻ്റെ ഭാഗമായി മുഹമ്മയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു.
CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ TP രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇൻക്ലാബ് സിന്ദാബാദ് 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 മാർച്ച് 22 സിന്ദാബാദ് മാർച്ച് 22 സിന്ദാബാദ് മാർച്ച് 22 EMS AKG ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി മുഹമ്മയിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി ഒരുക്കിയത്. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മുഹമ്മയിലെ AKG മണ്ഡപത്തിലെ പുഷ്പാർച്ചനയിൽ കുടുംബാംഗങ്ങളും CPM നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി R നാസർ, P കരുണാകരൻ, KD മഹീന്ദ്രൻ, KR ഭഗീരഥൻ, PG മോഹനൻ, KG രാജേശ്വരി, S രാധാകൃഷ്ണൻ, G വേണുഗോപാൽ, P രഘുനാഥ്, B സലിം, T ഷാജി, KD അനിൽകുമാർ, K സലിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1970 ജനുവരി 1 മുതൽ നടപ്പിലാക്കിയതായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതാണ് ചരിത്രപ്രസിദ്ധമായ ആലപ്പുഴ പ്രഖ്യാപനം. ആ പ്രഖ്യാപനമാണ്, ആ തീരുമാനമാണ് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ, കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റത്തിന്റെ അടിത്തറ. അതാണ് നാം തിരിച്ചറിയേണ്ടത്. ആ പ്രഖ്യാപനത്തോടുകൂടി എന്തുണ്ടായി? കുടികിടപ്പുകാരെല്ലാം കുടികിടപ്പിന്റെ അവകാശികൾ. മിച്ചഭൂമി എല്ലാം ഗവൺമെന്റ് നിശ്ചിതമാകണം. കൈവശ ഭൂമിക്കാർക്ക് ജന്മാവകാശം. അന്ന് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ആഫീസുകൾ തുറന്ന് ഭൂമിയുടെ ജന്മാവകാശം ലഭിക്കുന്നതിന് അപേക്ഷകൾ സമർപ്പിച്ചു. ഇത് ഈ കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട്. ഈ ചരിത്രപരമായ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് സഖാവ് AKG ആയി. ദിനാചരണ കമ്മിറ്റി പ്രസിഡന്റ് CK സുരേന്ദ്രൻ അധ്യക്ഷനായി. പാർട്ടി ജില്ലാ സെക്രട്ടറി R നാസർ സംസാരിച്ചു. ദിനാചരണ കമ്മിറ്റി സെക്രട്ടറി J ജയലാൽ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, മുഹമ്മ. കായംകുളം കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ EMS AKG അനുസ്മരണം സംഘടിപ്പിച്ചു. ചിന്ത റീഡേഴ്സ് ഫോറത്തിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ഷേഖ് P ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. CPM കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ EMS AKG അനുസ്മരണം സംഘടിപ്പിച്ചു. ചിന്ത റീഡേഴ്സ് ഫോറത്തിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ഷേഖ് P ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം രാജ്യത്തുള്ളിടത്തോളം ഓർമ്മിക്കപ്പെടുന്ന 2 പ്രധാന നേതാക്കന്മാരിൽ 2 സഖാക്കളാണ് EMS AKG. EMS കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിന്നിരുന്ന നേതാവായിരുന്നില്ല. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായി മാറിയ നേതാവായിരുന്നു സഖാവ് EMS. കുമാരനാശാൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി KB പ്രശാന്ത്, പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ, N ഹരിപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, കായംകുളം. ചേർത്തലയ്ക്കടുത്ത് പാണാവള്ളിയിൽ തെങ്ങ് ദേഹത്ത് വീണ വീട്ടമ്മയ്ക്ക് ദാരുണ അന്ത്യം. പാണാവള്ളി സ്വദേശി 53 വയസ്സുള്ള മല്ലികയാണ് വീട്ടുമുറ്റത്ത് ദുരന്തം ഏറ്റുവാങ്ങിയത്. പാണാവള്ളി പഞ്ചായത്ത് 3-ാം വാർഡ് ഹയാത്ത് മസ്ജിദിന് സമീപം വൃന്ദാഭവനിൽ ഷാജിയുടെ ഭാര്യ 53 വയസ്സുള്ള മല്ലികയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ശക്തമായ മഴയിലും കാറ്റിലും അടുത്ത പുരയിടത്തിൽ നിന്ന തെങ്ങ് ഒടിഞ്ഞ് ദേഹത്ത് വീഴുകയായിരുന്നു. ഉടൻ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വൃന്ദ, വിഷ്ണു എന്നിവർ മക്കൾ. സംസ്കാരം നടത്തി. ടൈം ന്യൂസ്, പാണാവള്ളി. ഇത് റിട്ടയർമെൻറ്റിൻ്റെയും യാത്രയപ്പിൻ്റെയും കാലം. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപികമാർക്ക് സഹപ്രവർത്തകർ നൽകിയ യാത്രയപ്പ് വേറിട്ടതായി. ചേർത്തലയ്ക്കടുത്ത തൈക്കാട്ടുശ്ശേരി MDUP സ്കൂളിലെ അധ്യാപികമാർ ആടിയും പാടിയും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികമാർക്ക് വിശ്രമ ജീവിതം ആശംസിച്ചു. ചേർത്തല തൈക്കാട്ടുശ്ശേരി MDUP സ്കൂളിലെ അധ്യാപകർ മുഴുവൻ വനിതകൾ, 23 അധ്യാപകർ. ഇതിൽ 2 പേരാണ് ഇക്കൊല്ലം വിരമിക്കുന്നത്. J കുമാരി ടീച്ചറും B ബിന്ദു ടീച്ചറും. വിരമിക്കുന്നതിന് തൊട്ടു മുമ്പ് മറ്റ് അധ്യാപികമാർ ചേർന്ന് ഒരുക്കിയ ഹൗസ് ബോട്ട് യാത്ര ശ്രദ്ധേയമായി. കേക്ക് മുറിച്ചും ആടിയും പാടിയും അവർ സഹപ്രവർത്തകർക്ക് റിട്ടയർമെൻറ്റ് ആശംസകൾ നേർന്നു.
ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ ഒരുക്കിയ യാത്രയയപ്പ് ചടങ്ങിൽ 23 അധ്യാപകരും പങ്കെടുത്തു. പ്രഥമാധ്യാപിക ജെ ചിത്രവർമ്മ, സീനിയർ അധ്യാപിക കെ സിന്ധു, അധ്യാപികമാരായ ശ്രീവിദ്യ രവീന്ദ്രൻ, പ്രിയ എൻ കൈമൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. കാക്കിക്കുള്ളിൽ കലാകാരന്മാർ മാത്രമല്ല, നിരവധി കർഷകരുമുണ്ട്. സഹോദരങ്ങളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃഷിയിടത്തിൽ 100 മേനി വിളവ്. തിരക്കേറിയ ജീവിതം എന്ന മേനി നടിക്കുന്നവർക്കുള്ള മറുപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരായ വിനീഷിൻ്റെയും വിനോദിൻ്റെയും ജീവിതം. കാക്കിക്കുള്ളിൽ കലാകാരന്മാർ മാത്രമല്ല, കർഷകരുമുണ്ട്. സഹോദരങ്ങളായ 2 പോലീസുകാരുടെ കൃഷിയിടത്തിൽ 100 മേനി വിളവ്. ചേർത്തല തെക്ക് പഞ്ചായത്ത് 12-ാം വാർഡിൽ പതിച്ചേരിവെളി ബിനീഷും വിനോദ് കുമാറും കാക്കി അഴിച്ചുവെച്ചാൽ പിന്നെ കൃഷിയിടത്തിലെ തനി കർഷകർ. വളവും വെള്ളവും പരിചരണവുമെല്ലാം പരിചയസമ്പന്നരായ കർഷകർ ചെയ്യുന്ന രീതിയിൽ തന്നെ. ഒരേക്കർ പാടത്ത് വഴുതന, കപ്പ, വെള്ളരി, തണ്ണിമത്തൻ, വെണ്ട, കണിവെള്ളരി, കണിമത്തൻ, ചീര, പച്ചമുളക്, പൊട്ടുവെള്ളരി തുടങ്ങി അനവധി കൃഷികളാണ് ചെയ്യുന്നത്. പൂർണ്ണമായും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നു. ആധുനിക ഇറ്റാലിയൻ കൃഷിരീതിയും ഭാഗികമായി നടപ്പാക്കുന്നു. ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ജോലി നോക്കുന്ന ബിനീഷും മാരാർകുളം സ്റ്റേഷനിലെ വിനോദ് കുമാറും പുലർച്ചെ മുതൽ കൃഷിയിടത്തിലെ ജോലികളെല്ലാം നിർവഹിച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. പുലർച്ചെ തന്നെ വിളവെടുപ്പും നടത്തും. ഇതിനായി വിനീഷിൻ്റെ ഭാര്യ നിമ്മിയും മക്കളായ ആദിദേവും നിളതീർത്ഥയും കൂടാതെ വിനോദിൻ്റെ ഭാര്യ സൗമ്യയും മക്കളായ അരുൺ കൃഷ്ണയും അനന്തകൃഷ്ണനും കൃഷിയിടത്തിൽ താരങ്ങളാണ്. വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം വീട്ടിൽ തന്നെ വാങ്ങാൻ അനവധി ആളുകളാണ് എത്തുന്നത്. ചൂടുകൂടിയ കാലാവസ്ഥയായതുകൊണ്ട് പൊട്ടുവെള്ളരിക്കും തണ്ണിമത്തിനുമാണ് ആവശ്യക്കാർ ഏറെയെന്ന് വിനോദ് പറയുന്നു. കൃഷി പണ്ട് പോലെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ കൃഷി രംഗത്തായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ജോലി കിട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളുപ്പിനെ കൃഷി പരിപാടികളൊക്കെ നടത്തി കൃത്യസമയത്ത് ഡ്യൂട്ടിയും ഒക്കെ പോകുന്നു. ഞാൻ മാരാർകുളം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു. അനിയൻ ചേർത്തല. പോലീസ് സ്റ്റേഷനിലെ വീർപ്പ് മുട്ടിക്കുന്ന ജോലികളിൽ നിന്നും വീട്ടിലെത്തി കൃഷിയിടത്തിലേക്ക് മടങ്ങുമ്പോഴാണ് ആത്മസംതൃപ്തി കിട്ടുന്നതെന്ന് ബിനീഷും അടിവരയിടുന്നു. കാലാവസ്ഥ ഇപ്പോൾ അതികഠിനമായ ചൂടായതുകൊണ്ട് നമ്മൾ 3 നേരം ജലസേചനം നടത്തേണ്ട ഒരവസ്ഥയാണ്. നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ നമ്മൾ 3 നേരം ജലസേചനം നടത്തുന്നുണ്ട്. ചൂട് വളരെ കൂടുതലാണ്. അതുകൊണ്ടുള്ള കീടബാധയും മറ്റു കാര്യങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ജൈവ കീടനാശിനികളായിട്ടുള്ള സ്യൂഡോമോണസ്, വെർട്ടിസീലിയം അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാസകീടനാശിനികളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഉള്ള ഉൽപ്പന്നങ്ങളാണ് എടുത്ത് വീട്ടിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ല. മാരാർകുളം പോലീസ് സ്റ്റേഷൻ വളപ്പിലും കൂറ്റുവേലി ക്ഷേത്രത്തിലും അലങ്കാര പുഷ്പങ്ങൾ വളർത്തിയതിലും ഇവരുടെ കയ്യൊപ്പുണ്ട്. ഇതിൽ കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ അഭിനന്ദനവും നേടി. വലിയ രീതിയിൽ കിട്ടുന്ന വിളവുകൾ കഞ്ഞിക്കുഴിയിലെയും സമീപ പ്രദേശങ്ങളിലെയും പച്ചക്കറി സ്റ്റാളുകൾ വഴിയും വിറ്റഴിക്കുകയാണ് പതിവ്. കുറച്ചുകൂടി വിപുലമായി കൃഷികൾ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് ഇരുവരും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാലകൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. 23 ഗ്രന്ഥശാലകൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടനാട് ലൈബ്രറി കൗൺസിൽ അംഗീകൃത ഗ്രന്ഥശാലകൾക്ക് സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കുട്ടനാട്ടിലെ 23 ഗ്രന്ഥശാലകൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പുസ്തകങ്ങൾ കൈമാറി. 2 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചത്. ലഹരി വിമുക്ത വായനാശീലം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കിയത്. പദ്ധതി നിർവഹണത്തിലൂടെ ജില്ലയിലെ ഏക ബ്ലോക്ക് പഞ്ചായത്തായി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മാറി. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി നിർവഹിച്ചു. വായനയാണ് ലഹരി. ഇതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സ്ഥിതിവിശേഷത്തിൽ നിന്നും മാറ്റം വരുത്തുവാൻ നമ്മൾക്ക് ഒന്നു ചേർന്ന് കൈ കോർക്കണം. അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഈ പുസ്തകം, ഈ വായനശാലകളെ കേന്ദ്രീകരിച്ച് തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ഈ വർഷം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത് അധ്യക്ഷനായി.
താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KG മോഹനൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സാജു മോൻ പത്രോസ്, ജോയിന്റ് BDO KB അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. വിശുദ്ധ റംസാനിൽ വ്രതമെടുക്കുന്ന വിശ്വാസികൾ വ്രതശുദ്ധി കൈവരിക്കണമെങ്കിൽ ആത്മപരിശോധന നടത്തി പശ്ചാത്തപിച്ച് മടങ്ങണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A ഹക്കീം. നല്ല മനുഷ്യനാകാൻ കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് A ഹക്കീം പറഞ്ഞു. സുഹൃതങ്ങൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് വിട്ടു നിൽക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമുക്കൊക്കെയും അങ്ങനല്ലേ? നമുക്ക് നമസ്കാരമുണ്ട്, നമുക്ക് നോമ്പുണ്ട്, നമുക്കെല്ലാ അമലുകൾ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ നോമ്പ് നമ്മളിൽ എത്ര പേർക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്? നമ്മുടെ ഹൃദയത്തിൻ്റെ നോമ്പ്, നമ്മുടെ സിരകളുടെ നോമ്പ്, നമ്മുടെ ചിന്തയുടെ നോമ്പ്, നമുക്ക് ഉദരത്തിൻ്റെ നോമ്പിനെ പിടിച്ചു നിർത്താൻ കഴിയുമെങ്കിലും. കായംകുളം MES യൂണിറ്റ് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമവും ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MES യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S അബ്ദുൽ റഷീദ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി UA റഷീദ് ചീരാമാത്ത സ്വാഗതം പറഞ്ഞു. MES ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AA റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ഷാജഹാൻ, ജില്ലാ ഖജാൻജി ബഷീർ അഹമ്മദ്, വൈസ് പ്രസിഡന്റ് സലാം താമരക്കുളം, ലീഗൽ അഡ്വൈസർ നസറുദ്ദീൻ, MSS യൂണിറ്റ് പ്രസിഡന്റ് AA സിറാജുദ്ദീൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബാബു പടിപ്പുരയ്ക്കൽ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സൂര്യ മുഹമ്മദ്, ഷറഫുദ്ദീൻ വടക്കേത്തലയ്ക്കൽ, യൂണിറ്റ് ട്രഷറർ ക്വാളിറ്റി അഷ്റഫ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് താരിഷ് മുഹമ്മദ്, സെക്രട്ടറി അമൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. MES ജില്ലാ ഭാരവാഹികളെ ഇൻഫർമേഷൻ കമ്മീഷണർ ഹക്കീം പൊന്നാട എണീച്ച് ആദരിച്ചു. ടൈം ന്യൂസ് കായംകുളം. ചേർത്തലയിലെ വ്യാപാരികളുടെ നേതൃത്വത്തിലുള്ള ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. ചേർത്തല വ്യാപാരി ഭവനിൽ നടന്ന ഇഫ്താർ സംഗമം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മുൻ MP അഡ്വക്കേറ്റ് A മാരിഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചേർത്തലയിലെ വ്യാപാരികളുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. 25ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. ചേർത്തല SS കലാമത്തറിന് സമീപത്തുള്ള വ്യാപാരി ഭവനിൽ നടന്ന ഇഫ്താർ സംഗമം ചേർത്തല MLA കൂടിയായ മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മുൻ MP അഡ്വക്കേറ്റ് A മാരിഫ് മുഖ്യപ്രഭാഷണം നടത്തി. അർജുന, യാതൊരുവൻ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സുകൊണ്ട് അടക്കി നിർത്തിയിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നിഷ്കാമ കർമ്മം ആരംഭിക്കുന്നുവോ അവൻ ശ്രേഷ്ഠനാകുന്നു. അതുപോലെ വിശുദ്ധ ബൈബിൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം, കർത്താവേ എന്ന് എപ്പോഴും വിളിച്ചിട്ടുള്ളവനല്ല സ്വർഗ കവാടങ്ങൾ തുറന്നു കൊടുക്കപ്പെടുക, സ്വർഗസ്ഥനായ പിതാവിൻ്റെ അഭീഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് സ്വർഗ കവാടങ്ങൾ തുറന്നു കൊടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ്. നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നിനക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അർഹതയില്ല, വിശുദ്ധ ഖുർആൻ പറയും. അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ നോമ്പനുഷ്ഠിക്കുന്നത് അവനവൻ്റെ കാര്യമാണ്. പക്ഷേ സഹജീവികളുടെ സഹായം കൂടി കൃത്യം അളവനുസരിച്ച് എത്ര രൂപയുണ്ടോ അക്കൗണ്ടിൽ, എത്ര രൂപയുണ്ടോ സമ്പാദ്യത്തിൽ 60,000 രൂപയുണ്ടെങ്കിൽ 2% കൊടുത്തേ പറ്റൂ. അപ്പോഴാണ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുത്തുള്ളൂ. സഹജീവികളുള്ള സഹാനുഭൂതി നിർവഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിഗണന കിട്ടുന്നത്. ബാക്കി നോക്കൊക്കെ അവനവൻ്റെ ശരീരത്തിലെ മനസ്സിനും വേണ്ടി ചെയ്യുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു, സഹജീവികളോട് കടപ്പെട്ടിരിക്കുന്നു, പാവപ്പെട്ടവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നതുകൂടിയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വ്രതാനുഷ്ഠാനം എന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് വ്രതാനുഷ്ഠാനം പൂർണ്ണമായത്. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, G അരുൺ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. നിസരി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. തൈക്കൽ സത്താർ സ്വാഗതം പറഞ്ഞു. KV സാബുലാൽ, ആചാര്യ വിശാഖൻ തിരുനാൾ, ഫാദർ ജോസഫ് തെക്കേടത്ത്, ആബിദ് ഹുസൈൻ മിസ്ബാഹി തൃശൂർ, G ഫൈസൽ, മുഹമ്മദ് നിയാസ് ഹസനി, പ്രേംജി പൈ തുടങ്ങിയവർ സംസാരിച്ചു. VY അൻസാരി നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. കായംകുളം എരുവ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതനിൽ ജലദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന ജലസംരക്ഷണ പരിപാടികളാണ് സംഘടിപ്പിച്ചത്.
കായംകുളം എരുവ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ ലോക ജലദിനാചരണം സംഘടിപ്പിച്ചു. ജലസംരക്ഷണ ബോധവൽക്കരണം, ജലസംരക്ഷണ പ്രതിജ്ഞ, വഴിയാത്രക്കാർക്ക് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം, പറവകൾക്ക് തണ്ണീർക്കുടം ഒരുക്കൽ എന്നിവ ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. സ്കൂൾ വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് പാലാഴി അധ്യക്ഷത വഹിച്ചു. ജലദിനാചരണം സ്കൂൾ മാനേജർ എസ് മോഹനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. ഏതൊരു സമയത്തായാലും ഈ ദിനത്തെപ്പറ്റി നിങ്ങൾ ഓർത്തിരിക്കണം. ആ ദിനം വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള പറവകൾക്കായാലും ജീവജാലങ്ങൾക്കെല്ലാം കുടിവെള്ളം കൊടുക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. അതിൻ്റെ ഇന്ന് മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതനിലെ മുഴുവൻ അംഗങ്ങളും 225 നമ്പർ NSS കരയോഗം കൂടി സംയുക്തമായിട്ടുള്ള രീതിയിൽ ഈ പുണ്യപ്രവൃത്തി ഇവിടെ ചെയ്യുകയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ എം കൃഷ്ണപ്രസാദ് ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി. 44 നദികളുടെ നാടായ കേരളം പോലും കൊടിയ വരൾച്ചയിലേക്ക് നീങ്ങുന്നു. ജലത്തിനായി ഒരുക്കപ്പെട്ട പ്രകൃതിക്ക് നാശം വരുത്തി വയ്ക്കുന്ന മനുഷ്യ ഇടപെടലുകളാണ് ഈ സ്ഥിതിവിശേഷത്തിന് കാരണമെന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. പ്രഥമാധ്യാപിക ഷീല ടീച്ചർ സന്ദേശം നൽകി. മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളായ അപ്പുകുട്ടൻ നായർ, ശ്രീധരൻ നായർ, ബിജു ആമ്പക്കാട്ട്, വിജയകുമാർ, വിശ്വനാഥൻ പിള്ള, ശശികുമാരൻ പിള്ള, പി അനിൽകുമാർ, മാതൃസമിതി SMC ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് കായംകുളം. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് 24-ന് വയർമെൻ ദിനാഘോഷം സംഘടിപ്പിക്കും. ഭരണിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിലാണ് ദിനാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ അഥവാ KWS എന്ന മഹത് സംഘടനയുടെ ജന്മദിനമായ മാർച്ച് 24 സംസ്ഥാനമൊട്ടാകെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം വിപുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സൗജന്യ വയറിങ്ങുകൾ, അതുപോലെ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ആയതുമായിട്ട് ബന്ധപ്പെട്ട് കായംകുളം യൂണിറ്റ് മാർച്ച് 24 ഉച്ചയ്ക്ക് 2 മണിക്ക് കായംകുളം KWS കായംകുളം യൂണിറ്റ് ഓഫീസ് ഗ്രൗണ്ടിൽ നിന്നും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അതുപോലെ തന്നെ ബൈക്ക് റാലി സംഘടിപ്പിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കായംകുളം DYSP ശ്രീ ബാവുക്കണ്ണ സാറ് നമ്മുടെ ബൈക്ക് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അതുപോലെ അന്നേ ദിവസം തന്നെ വൈകിട്ട് 3 മണിക്ക് ഭരണിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഇലക്ട്രിക്കലിൻ്റെ ജില്ലാ മേധാവി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജയരാജ് സാർ ഇലക്ട്രിക്കൽ സുരക്ഷയെ സംബന്ധിച്ച് സെമിനാറുകൾ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് പങ്കെടുക്കുന്നവർക്കായി സെമിനാറുകൾ നടത്തുന്നു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് 24-ന് വയർമെൻ ദിനാഘോഷം സംഘടിപ്പിക്കും. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ബൈക്ക് റാലി, വൈദ്യുതി സുരക്ഷയിലും ഊർജ്ജ സംരക്ഷണത്തിനും ബോധവൽക്കരണ സെമിനാർ എന്നിവ നടത്തും. ഭരണിക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദീപ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. കായംകുളം DYSP N. ബാബുക്കുട്ടൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ AV ജയരാജ്, മാവേലിക്കര സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ബിജു എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകും. ഷാജി പാപ്പച്ചൻ, താജുദ്ദീൻ, വിനീഷ് വിജയൻ, തണ്ടളത്ത് മുരളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് കായംകുളം. മുഹമ്മ പാപ്പാളി ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ക്ഷേത്രം തന്ത്രി ശിവഗിരിമഠം ശ്രീനാരായണ തീർത്ഥ സ്വാമികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുഹമ്മ പാപ്പാളി ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. ക്ഷേത്രം തന്ത്രി ശിവഗിരിമഠം ശ്രീനാരായണ തീർത്ഥ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് ചടങ്ങ് നടന്നു. അനീഷ് ശാന്തി, വിഷ്ണു ശാന്തി എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് കൊടിയേറ്റ് സദ്യ, ഒറ്റത്താല മരവ്, കളമെഴുത്തുപാട്ട് എന്നിവയും നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ കൊടിയേറ്റ് ചടങ്ങിലും അനുബന്ധ ചടങ്ങുകളിലും പങ്കെടുത്തു. മാർച്ച് 31-നാണ് മീനഭരണി ഉത്സവം. ദേവസ്വം പ്രസിഡന്റ് ജയകൃഷ്ണൻ, സെക്രട്ടറി ശക്തിലാൽ, വൈസ് പ്രസിഡന്റ് പ്രദീപ്, ജോയിന്റ് സെക്രട്ടറി വിനോദ് ലാൽ, ട്രഷറർ കൈലാസൻ എന്നിവർ നേതൃത്വം നൽകുന്നു. ടൈം ന്യൂസ് മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷം കൊണ്ട് KSRTCക്ക് 10,000 കോടി രൂപ നൽകിയെന്ന് മന്ത്രി സജി ചെറിയാൻ.
CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന CK ചന്ദ്രപ്പനും കൺട്രോൾ കമ്മീഷൻ അംഗമായിരുന്ന KR സ്വാമിനാഥനും സ്മരണാഞ്ജലി. CK ചന്ദ്രപ്പൻ ഓർമ്മയായിട്ട് 12 വർഷവും സ്വാമിയണ്ണൻ ഓർമ്മയായിട്ട് 13 വർഷവും ചേർത്തലയിൽ അനുസ്മരണം. AITUC ആലപ്പുഴ ജില്ലാ കൗൺസിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കിടങ്ങാമ്പറമ്പിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച വയോജന കലോത്സവം വർണ്ണാഭമായി. വയോജന സൗഹൃദ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ കലോത്സവത്തിൽ 100 കണക്കിന് വയോജനങ്ങൾ ആടിയും പാടിയും അണിനിരന്നു. EMS AKG ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി മൊഹമ്മയിൽ അനുസ്മരണം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തലയ്ക്കടുത്ത് പാണാവള്ളിയിൽ തെങ്ങ് ദേഹത്ത് വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പാണാവള്ളി സ്വദേശി 53 വയസ്സുള്ള മല്ലികയാണ് വീട്ടുമുറ്റത്ത് ദുരന്തം ഏറ്റുവാങ്ങിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.